ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമതത്വത്തെ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്ന ഭാഗമാണ്. ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവ് തന്നെ. അദ്വയനാണ്, ആദ്യനാണ്, അജനാണ്, അവ്യയനാണെന്നൊക്കെ ഉപദേശിച്ചു. ബ്രഹ്മ വിഷ്ണു രുദ്രാത്മകനാണ്. തത്വാത്മാവാണ്. തത്വം സ്വരൂപമായവനാണ്. തത്വം എന്നുള്ളതിന് തത് പരമാത്മാ, അതിൻ്റെ ഭാവം എന്നർത്ഥം പറയാം. ഇപ്പോൾ തത്വശബ്ദത്തിന് പരമാത്മഭാവം, പരമാത്മഭാവം തന്നെ സ്വരൂപമായവൻ തത്വാത്മാവാണ്. ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു, സച്ചിന്മയൻ. സത്ത് കേവലമായ ഉണ്മ, ചിത്ത് കേവലമായ ജ്ഞാനം. ഇപ്പം കേവലമായ ഉണ്മയും ജ്ഞാനവും സ്വരൂപമായവനാരോ അവൻ സച്ചിന്മയൻ. ഉപനിഷത്ത് ആത്മയാഥാത്മ്യം വർണ്ണിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന പദങ്ങളാണ് സത്ത്, ചിത്ത്, ആനന്ദം എന്നതൊക്കെ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ശ്രുതി നിർദ്ദേശിക്കും. അങ്ങനെയുള്ള സച്ചിന്മയനാണ് രാമൻ. സകളാത്മകൻ ഈശൻ. ഇപ്പോൾ വാസ്തവത്തിൽ നിരവയവനാണെങ്കിലും യാതൊരവയവവും തന്നെ അവിടെ ഇല്ലെങ്കിലും സകളനും അവിടുന്ന് തന്നെയാണ്, നിഷ്കളനും അവിടുന്ന് തന്നെയാണ്. മായാരഹിതമായ സ്വരൂപത്തിൽ നിഷ്കളനായവൻ മായായുക്തനായി സകളനുമാകുന്നു. ഇവിടെ സകലൻ എന്ന് പറയുമ്പോൾ കലകളോടൊത്തവൻ, കല അവയവം, അവയവങ്ങളോടുകൂടിയവൻ. രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, വ്യക്തിഭാവത്തിൽ ശിരസ്, കയ്യ്, കാല് തുടങ്ങി സകല അവയവങ്ങളും, ശരീരഗതങ്ങളായ സകല അവയവങ്ങളും, അത്തരം അവയവങ്ങളോടൊത്തവൻ സകലൻ. ഇനി ശ്രുതി പ്രസിദ്ധമായിട്ട് ശ്രദ്ധ തുടങ്ങി നാമം വരെയുള്ള 16 കലകളെക്കുറിച്ച് വേദാന്തം വർണ്ണിക്കുന്നുണ്ട്. ശ്രദ്ധ, പ്രാണൻ, പഞ്ചഭൂതങ്ങൾ തുടങ്ങി ഈ പ്രപഞ്ചാകാരത്തിൽ സത്യം പ്രകാശിക്കുന്ന വിവിധ കലകൾ, ആ 16 കലകളോട് കൂടിയവനെ സകളൻ എന്ന് പറയാം. ഇങ്ങനെ നിഷ്കളനും സകലനും ഏകൻ തന്നെ. അങ്ങനെയുള്ള ഈശ്വരൻ, ഇതാണ് രാമൻ്റെ സ്വരൂപം. അപ്പോൾ പാരമാർത്ഥികമായി ബ്രഹ്മഭാവവും മായായുക്തമായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനും അതേ സമയത്ത് തീർത്തും അവയവയുക്തനായി ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നവനുമെല്ലാം ഏകനാണ്, അദ്വിതീയനാണ് എന്നുള്ള തത്വത്തെ ഇവിടെ ഉപദേശിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് ശ്രീരാമൻ്റെ യഥാർത്ഥ സ്വരൂപമെങ്കിലും മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. മനുഷ്യഭാവത്തിൽ ശ്രീരാമൻ അവതരിച്ചു. ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട്. അങ്ങനെ മനുഷ്യഭാവത്തിൽ എല്ലാ ലീലകളുമാടി ധർമ്മ സംസ്ഥാപന പ്രവൃത്തികളെ ചെയ്തു. ഇത് കണ്ട് ഈ മാനുഷരൂപം മാത്രമാണ് രാമൻ,
മനുഷ്യഭാവം മാത്രമാണ് രാമൻ്റേത്, അഥവാ മനുഷ്യഭാവത്താൽ പരിമിതനാണ് രാമൻ എന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ തീർത്തും അജ്ഞാനികളാണ്. കാരണം കാണപ്പെടുന്ന സ്ഥൂലമായ ഭാവത്തെ മാത്രം സത്യമെന്ന് കണക്കാക്കുന്നവരാണ്. ഈ വിഷയം തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ട്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം എന്ന്. കേവലം മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചവൻ മാത്രമാണ് ഞാനെന്ന് എന്നെ മൂഢന്മാർ അവഗണിക്കുന്നു, അവജ്ഞ ചെയ്യുന്നു എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. പരംഭാവം അജാനന്ദഃ, എൻ്റെ പരമമായ ഭാവത്തെ അറിയാത്തതുകൊണ്ട്, എൻ്റെ പാരമാർത്ഥികമായ പരമാത്മഭാവത്തെ അറിയാത്തത് കൊണ്ടാണ് കേവലം മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചതായിട്ട് എന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സകളനും ഭഗവാൻ, നിഷ്കളനും ഭഗവാൻ, മനുഷ്യ ശരീരത്തിൽ വിഹരിച്ചവനും ഭഗവാൻ, സർവ ശരീരങ്ങൾക്കും ഉപരിയുള്ളവനും ഭഗവാൻ. ഈ ഒരു ഭാവനയിൽ വേണം നാം നിരീക്ഷിക്കേണ്ടത്. അതാണ് ഇങ്ങനെയെല്ലാമുള്ള രാമനെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മാനസം മായാതമസംവൃതമാകമൂലം. കാണുന്ന ആളുടെ ദൃഷ്ടിക്കനുസരിച്ചാണല്ലോ കാഴ്ച. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് ലോകത്തെ കാണുന്നത്. ഇപ്പം പരമമായ തത്വബോധം പ്രകാശിക്കാത്തത് കൊണ്ട് സ്ഥൂലമായി കാണപ്പെടുന്നത് മാത്രം സത്യമെന്ന് കരുതുന്ന തലത്തിൽ നമ്മൾ അതിനപ്പുറത്തുള്ള പാരമാർത്ഥിക ഭാവത്തെ മനസ്സിലാക്കില്ല. അതാണ് സൂചിപ്പിക്കുന്നത് മാനസം മായാതമസംവൃതമാകമൂലം. മായയുടെ തമോ ഗുണത്താൽ സംവൃതമാക്കപ്പെടുന്നത് മൂലം, മറയ്ക്കപ്പെടുന്നത് മൂലം. എന്ത്? മാനസം. ഇവിടെ മാനസം എന്നുള്ളതിനെ മനസ്സ്, ബുദ്ധി എന്നിവയെ എല്ലാം ചേർത്ത് അന്തഃകരണം എന്നർത്ഥം മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ അന്തഃകരണം തമോ ഗുണത്താൽ മറയ്ക്കപ്പെടുന്നത് കൊണ്ടാണ് പാരമാർത്ഥികമായ രാമതത്വത്തെ തിരിച്ചറിയാതെ നമ്മൾ സ്ഥൂലമായ ദൃശ്യത്തെ മാത്രം സത്യമെന്ന് കണക്കാക്കുന്നത്. അതാണ് മാനസം മായാതമസംവൃതമാകമൂലം എന്ന് പറഞ്ഞത്. സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. ഈ രാമചരിതത്തെയും രാമതത്വത്തെയും ശരിക്ക് ബോധിപ്പിക്കുന്നതായ സീതയും രാമനും മരുത്സൂനുവും. മരുത്സൂനു വായുപുത്രൻ, വായുപുത്രനായ ഹനുമാൻ. ഇപ്പോൾ ശ്രീരാമനും സീതയും ഹനുമാനും തമ്മിലുള്ള ഒരു സംവാദമുണ്ട്, ഒരു സംഭാഷണമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ സംഭാഷണം? മോക്ഷസാധനം, പരമമായ മുക്തിക്ക് സാധനമാണ് സീതാ രാമ ഹനുമത് സംവാദം. ആ ഒരു സീതാരാമ ഹനുമത് സംവാദത്തെ ഞാൻ പറഞ്ഞു തരാം. നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. വളരെ തെളിഞ്ഞ മനസ്സോടുകൂടെ, ശ്രദ്ധയോടുകൂടെ നീ കേട്ടാലും എന്ന് പറഞ്ഞ് ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള ഒരു സംഭാഷണത്തെ വർണ്ണിക്കുകയാണ് മോക്ഷപ്രദമായിട്ട് ഇവിടെ ശ്രീ പരമേശ്വരൻ ചെയ്യുന്നത്. മൂലത്തെ അനുസരിച്ച് തന്നെയാണ് ഈ ഭാഗം അനുവാദം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് അറിയുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.